ഷിരൂരിലേക്കാണ്. അവിടെ രക്ഷാദൗത്യം ഈ മണിക്കൂറിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. നേരത്തെ കെ മധുവും കെ വി ശ്രീധരനൊപ്പം കെ വി രാഹുലുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കെ വി രാഹുലിനെ പ്രതീക്ഷിക്കുന്നു. രാഹുൽ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ ബോട്ടിൽ ഈ രക്ഷാദൗത്യത്തിന് വേണ്ടിയുള്ള ആളുകൾ പോകുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകർക്ക്. മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ രാവിലെ മുതൽ അവർ ഇന്നത്തെ തിരച്ചിൽ ഏത് തരത്തിൽ വേണം എന്നതിനെ സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ മന്ത്രിമാരുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? തിരച്ചിൽ തുടങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? വിവരങ്ങൾ. രതീഷ, കൂടിയാലോചനകൾ നടത്തി അതിനുശേഷം ബോട്ടുകൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാവികസേനയുടെ ബോട്ട്, NDRFന്റെ, അതുപോലെ ഈശ്വർ മാൽപേ സംഘത്തിന്റെ ബോട്ടുകൾ, 5 ബോട്ടുകളാണ് നിലവിൽ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈശ്വർ മാൽപേ സംഘത്തിന്റെ ബോട്ടുകളിൽ ഒന്ന് മണ്ടിട്ടയ്ക്ക്, പുഴയുടെ നടുക്കായി രൂപപ്പെട്ട മണ്ടിട്ടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. അതിൽ 4 പേരാണുള്ളത്. അവരവിടെ ബോട്ട് അടുപ്പിച്ച് മണ്ടിട്ടയിൽ ഒരാൾ ഇറങ്ങി നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ അവിടേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ ഈ ഡൈവിങ്ങിനൊക്കെ ഉപയോഗിച്ച കയറുകളൊക്കെ ഇപ്പോഴും ആ മണ്ടിട്ടയിൽ തന്നെയാണ് ഉള്ളത്. കരയിലേക്ക് പോകുന്ന സമയത്ത് അവ തിരികെ കൊണ്ടുപോയിരുന്നില്ല. അതായത് ഇപ്പോഴാണ് ഈ തിരച്ചിൽ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. കൂടുതൽ ബോട്ടുകൾ പുഴയിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഗംഗാവലി കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് അല്പം ശാന്തത കൈവരിച്ചു എന്നതാണ് അനുകൂല ഘടകമായി നിൽക്കുന്നത്. രാവിലെ ശക്തമായ 2 മഴകൾ പെയ്തിരുന്നു. ഇപ്പോൾ മാനം തെളിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ മഴ മാറി നിൽക്കുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതുകൊണ്ടാണ് ബോട്ടുകൾ എല്ലാം തന്നെ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. തിരച്ചിൽ അവസാനിപ്പിക്കരുത്, ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ തിരച്ചിൽ തുടരണമെന്ന് സംസ്ഥാന സർക്കാർ കർണാടകയോട് ആവശ്യപ്പെടുകയും അത് അംഗീകരിക്കുകയും ചെയ്തുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അല്പസമയം മുമ്പ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെ ഉണ്ടായതുപോലെ വണ്ടിട്ടയ്ക്ക് മുകളിലേക്ക് വലിയ അളവിൽ മണ്ണും പാറയും മരത്തടികളും ഒക്കെ അടിഞ്ഞുകൂടിയ മൺതിട്ടയ്ക്ക് മുകളിലേക്ക് ഒരു സംഘം എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഏകദേശം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത് പുഴയിൽ 3 മൺതിട്ടകളാണ് ഉള്ളതെന്നാണ്. പക്ഷെ സ്ഥിതി അങ്ങനെയല്ല. വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ കൂടുതൽ തിട്ടകൾ വ്യക്തമായി വരുന്നു എന്നതാണ്. ഇന്നത്തെ അപേക്ഷിച്ച് ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഗംഗാവലിയിൽ ഏകദേശം ഒരു 2 അടിയോളം വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. 1, 2, 3, 4, 5, 6 തിട്ടകളെങ്കിലും ഉണ്ട് എന്നാണ്. 3 വലുതാണ്, ബാക്കി 2 തിട്ടകൾ കൂടി പ്രകടമായിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ്. വലിയ പാറകൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ അതിന് മുകളിലൊക്കെയായി ഈ മരത്തിന്റെ തടികൾ കൂടുതലായി വ്യക്തമാവുകയും ചെയ്യുകയാണ്. ഇതിനടിയിലേക്ക് ഉള്ള സ്ഥിതി കൂടുതൽ ദുർഘടമാണ് എന്ന് തന്നെയാണ് ദൗത്യസംഘം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈശ്വർ മാൽപേയുടെ വാക്കുകൾ നമ്മൾ നേരത്തെ കേട്ടതാണ്. വെള്ളത്തിനടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സ്ഥിതിയല്ല. എങ്കിൽ തന്നെ അവർ പറയുന്നത് അവിടെ ഇലക്ട്രിക് പോസ്റ്റ് ടവറുകളുണ്ട്. അതായത് മലയുടെ മുകളിൽ, ഇടിഞ്ഞു വന്ന മലയുടെ മുകളിൽ HT ലൈൻ കടന്നു പോകുന്നതാണ്. അവിടെ ആ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഒരു ടവർ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ബാക്കി ടവറിന്റെ ഭാഗം പുഴക്കടിയിലുണ്ട്. വലിയ പാറകളുണ്ട്. മണ്ണ് അടിഞ്ഞു നിൽക്കുകയാണ്. ഗംഗാവലി കുത്തി ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന സ്ഥിതിയായിരുന്നു. മുകൾ ഭാഗത്ത് നിന്ന് മണ്ണ് വന്ന് അടിഞ്ഞുകൂടി നിൽക്കുകയാണ്. ഈ ട്രക്ക് ഉണ്ട് എന്ന സിഗ്നലിലൂടെ സ്ഥിരീകരിച്ച ഭാഗത്ത് എന്നതാണ്. എന്തായാലും അവിടെ വീണ്ടും വടം കെട്ടുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ഊർജിതപ്പെടുത്തുകയാണ് രക്ഷാദൗത്യം. ഡൈവിംഗ് സാധ്യമാകുമോ, ഡൈവിംഗിലേക്ക് കടക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും എടുത്തു പറയണം, പുഴ ശാന്തത ഒരല്പം കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഒഴുക്ക് അത്ര വലിയ രീതിയിൽ കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഇന്നലെ 6.8 നോട്ടൊക്കെയാണ് ഒഴുക്കുണ്ടായിരുന്നത്. അതിൽ കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് കാഴ്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നാവികസേന അല്പസമയം മുൻപ് ഒഴുക്ക് പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് കൂടുതൽ ബോട്ടുകൾ ദൗത്യത്തിനായി ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ബോട്ടിലും ബോട്ടിന് പുറത്ത് വെള്ളത്തിലുമായി ഈ രക്ഷാദൗത്യ സംഘത്തിലെ ആളുകൾ ഇറങ്ങുന്നുണ്ട്. മാൽപേ സംഘവും ഒപ്പമുണ്ട്. അവർ തിരച്ചിൽ തുടങ്ങാൻ പോകുന്നുവെന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. അത്യന്ത അപകടകരമായ ഒരു ഓപ്പറേഷനാണ് അവിടെ കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസത്തിലേക്ക് കടന്നത്. വലിയ അടിയൊഴുക്കുള്ള വലിയ അപകടകരമായ പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി നേരിട്ട് പരിശോധിക്കുക. മനുഷ്യൻ കാണാതായവരുടെ എന്നത് അർജുനെ കണ്ടെത്താൻ കഴിയുമോ, ഒപ്പം കാണാതായവരെ കണ്ടെത്താൻ കഴിയുമോ, ആ ട്രക്കുകൾ കണ്ടെത്താൻ കഴിയുമോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. അത്യന്തം അപകടകരമായ ഒരു ദൗത്യമാണ് മാൽപേ സംഘം ഉൾപ്പെടെ ഏറ്റെടുത്ത്, നമ്മുടെ നാവികസേന അംഗങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് അവിടെ നടപ്പാക്കുന്നത്. പുഴയിൽ മുങ്ങിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന. ആ ദൃശ്യങ്ങൾ കാണാം. രാഹുൽ, തുടരാം.
പ്രതീക്ഷ ഈശ്വർ മാൽപ്പെ സംഘത്തിന്റെ ഒരു ബോട്ട് കൂടി മൺതിട്ടയ്ക്ക് അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്നതാണ്. ഇന്നലെ ഡൈവിംഗ് നടത്തിയ അതേ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൈവിങ്ങിന് വേണ്ടിയുള്ള ശ്രമം അത് അവസാനഘട്ട ശ്രമത്തിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. കൂടുതൽ ആളുകളെ, കൂടുതൽ സേനാംഗങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഡൈവിംഗ് സാധ്യത പരിശോധിക്കുന്നു എന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തുടർച്ചയാണ്. ഗംഗാവലി പുഴ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സ്ഥിതിയല്ല, അല്പം ശാന്തത കൈവരിച്ചു എന്നത് അനുകൂലമായ ഘടകം തന്നെയാണ്. ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. ജലനിരപ്പ് കുറയുമ്പോഴാണ് എത്രത്തോളം മണ്ണ് ഇങ്ങോട്ടേക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ട് എന്നതൊക്കെ കൂടുതൽ വ്യക്തമായിക്കൊണ്ടേയിരിക്കുന്നത്. ഏകദേശം ഒരു 2 അടിയോളമെങ്കിലും ജലനിരപ്പ് കുറഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ മൺതിട്ടകൾ വ്യക്തമായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ്. മൺതിട്ടകൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വലിയ പാറകളുണ്ട്. അപ്പോൾ അതിനൊക്കെ മുകളിലായും സൈഡിലൊക്കെയായി മരത്തടികൾ കൂടി വന്ന് അടിഞ്ഞുകൂടി നിൽക്കുന്നതായി കാണുന്നുണ്ട്. അതായത് ഇവിടെ ഈ മലയിടിഞ്ഞുണ്ടായ മണ്ണ് മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഈ ഡെപ്പോസിറ്റായി കിടക്കുന്നത് എന്നതാണ്. കാരണം ഗംഗാവലി ഒരുപാട് കൈവഴികളൊക്കെയുള്ള പുഴയാണ്. അവിടെ നിന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലേർട്ടായി ആർത്തലച്ചു പെയ്ത മഴയിൽ അതിന്റെ ഭാഗമായി ഒഴുകി വന്ന മണ്ണുകൾ കൂടി ഇവിടെ കടിഞ്ഞു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതായത് രണ്ട് തിട്ടകൾക്ക് കുറുകെ ഒരു വടം കെട്ടിയതായി കാണുന്നുണ്ട്. ആ വടത്തിലൂടെ വടം പിടിച്ചുകൊണ്ട് ഒരു ദൗത്യ സംഘത്തിലുള്ള ഒരാൾ രണ്ടാമത്തെ തിട്ടയിലേക്ക് കൂടി പോയിട്ടുണ്ട്. കൃത്യമായും ഡൈവിങ്ങിനുള്ള സാധ്യതകൾ പരമാവധി പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒഴുക്കും ജലനിരപ്പും കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഡൈവിംഗ് നടത്തി നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം അതുതന്നെയാണ് വളരെ സജീവമായി ഈ ഒരു നിമിഷം നടന്നുകൊണ്ടേയിരിക്കുന്നത്. മഴ മാറി നിൽക്കുന്നത് അനുകൂല ഘടകം തന്നെയാണ്. ഇന്നലെ 6 തവണയാണ് ഈശ്വർ മൽപ്പേക്ക് പുഴയുടെ ആഴങ്ങളിലേക്ക് പോകാൻ ഡൈവ് ചെയ്തിരുന്നത്. പക്ഷേ അതിൽ ഭൂരിഭാഗം സമയവും അടിത്തട്ടിലേക്ക് അങ്ങനെ കൂടുതലായി പോകാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഈ ട്രക്ക് സിഗ്നൽ ഉപയോഗിച്ച് ട്രക്കിന്റെ സ്ഥാനം സ്ഥിരീകരിച്ചതിന് അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് വെല്ലുവിളിയിൽ നിന്നത്. ഒഴുക്ക് തന്നെയാണ്. അദ്ദേഹം കയ്യിലൊരു ഇരുമ്പ് തട്ടൊക്കെ കരുതിയാണ് പോകുന്നത്. കാരണം വിസിബിലിറ്റി പ്രശ്നമാണ്. പുഴ കലങ്ങി ഒഴുകുന്നത് കൊണ്ട് തന്നെ വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ ഇരുമ്പ് തണ്ട് ഉപയോഗിച്ചില്ല, പോൾ ഉപയോഗിച്ച് തട്ടി നോക്കിയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കൂടുതൽ വിജയിപ്പിക്കാൻ ഇന്നലെ കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷെ ഇന്ന് അനുകൂലമായൊരു റിസൾട്ട് ഉണ്ടാക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് ദൗത്യം എന്തായാലും പുരോഗമിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. നാവികസേനയുടെയും NDRFന്റെയും കൂടുതൽ ബോട്ടുകൾ കൂടി ഈ മൺതിട്ടയ്ക്ക് സമീപത്തേക്കായി, അതായത് സ്പോട്ട് 4 ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോട്ട് പരിശോധനയിൽ ട്രക്കിന്റെ സ്ഥാനം എന്ന് സ്ഥിരീകരിച്ച അവിടേക്ക് NDRFന്റെയും കൂടി ബോട്ട് വരികയാണ്. നാവികസേനയുടെ ബോട്ട് അല്പസമയം മുമ്പ് അവിടെ നിന്ന് പരിശോധിച്ചതിന് ശേഷം കുറച്ച് മാറി നിൽക്കുകയാണ്. അവർ ഏതായാലും ഈ ഈശ്വർ മത്സ്യ സംഘം ഇറങ്ങുമ്പോൾ അതിന്റെ താഴ്ഭാഗത്തായി തുടരുകയാണ് ഇന്നലെ ചെയ്തിരുന്നത്. കാരണം അപകട സാധ്യത ഏറെയാണ്. ഈ ദൗത്യത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് കൂടി അപകടം സംഭവിക്കാൻ അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കുന്നതിന് സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കിയതിനു ശേഷമാണ് ഡൈവ് ചെയ്യുന്നത് എന്നതാണ്. നേരത്തെ ഇന്നലെ 6 തവണ ഡൈവ് ചെയ്ത് 2 തവണ അദ്ദേഹം വടം പൊട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ലെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. അതായത് മരത്തിലും മറ്റു ഇലക്ട്രിക് പോസ്റ്റുകളിലൊന്നും ടവറിന്റെ ഭാഗങ്ങളിലൊന്നും തട്ടാതിരിക്കാൻ അത് ഒഴിവാക്കിയതാണെന്നാണ് ഈശ്വർ മൽപ്പെ പ്രതികരിച്ചിരുന്നത്. എന്തായാലും നമ്മൾ ഗംഗാവലിയുടെ മറുകരയിലാണ്. ഇവിടെ നിന്ന് മാറേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. പ്രതീക്ഷ പോലീസിന്റെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഏതായാലും ദൗത്യം ഓണായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ്. KV രാഹുലാണ് തത്സമയം അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. പോലീസ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു മാധ്യമങ്ങളോട്. സ്വാഭാവികമാണ്. ഇപ്പോൾ കാലാവസ്ഥ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. പുഴയിലെ ഒഴുക്കിന് ഇന്ന് ഒരു അല്പം കുറവ് വന്നിട്ടുണ്ട് എന്നാണ് അവിടുത്തെ സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒപ്പം 2 അടിയോളം വെള്ളത്തിൻ്റെ ജലനിരപ്പിലും കുറവുണ്ടായിട്ടുണ്ട് എന്നതാണ് അവിടെ നിന്നുള്ള വിവരം. ദൗത്യം തുടങ്ങാൻ അനുകൂലമായൊരു സാഹചര്യം അവിടെ ഒരുങ്ങിയെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാവികസേനയുടെയും NDRFന്റെയും ഒപ്പം മാൽപ്പെ സംഘത്തിൻ്റെയും ബോട്ടുകൾ ഈ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ മുങ്ങി പരിശോധന നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്നലെ നടത്തിയ പരിശോധനകളുടെ വിശദാംശങ്ങളും KV രാഹുൽ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ നിരവധി തവണ പരിശോധന നടത്തിയെങ്കിലും വിജയകരമായ സ്ഥിതിയിലേക്ക് എത്തിയിരുന്നില്ല. അത്രമേൽ ദുഷ്കരമായ അടിയൊഴുക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല അപകടകരമായി തകിടും മറ്റുമൊക്കെ ഇതിൻ്റെ അടിത്തട്ടിൽ ഉണ്ട്. വൈദ്യുതി കമ്പിയും മറ്റുമൊക്കെ പൊട്ടിക്കിടപ്പുണ്ട്. മാത്രമല്ല അവിടെ ഒരു വലിയ ടവർ ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയ അവശിഷ്ടങ്ങൾ മുകളിൽ നിന്നും ഉൾപ്പെടെ ഒഴുകി വന്ന തടിക്കഷ്ണങ്ങൾ ഉൾപ്പെടെ വലിയ അവശിഷ്ടങ്ങളും അപകടകരമായി അതിൻ്റെ കീഴ്ത്തട്ടിൽ ഉണ്ട്.
അവിടെ ഇതാ വീണ്ടും പരിശോധനയ്ക്കുള്ള ശ്രമങ്ങൾ, ഡൈവ് ചെയ്ത് പരിശോധന നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ബോട്ടുകൾ ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ആ പരിശോധനകൾ തുടങ്ങും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഈ ദിനത്തിലെങ്കിലും ഗംഗാവലിയുടെ ആഴങ്ങളിൽ കുടുങ്ങിപ്പോയവരെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഓരോരുത്തർക്കും ഉള്ളത്. ഇന്നെങ്കിലും ആ ദൗത്യം വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്ന വലിയ പ്രതീക്ഷയാണ്. പക്ഷേ അപ്പോഴും യാഥാർത്ഥ്യമെന്ന് വളരെ ശ്രമകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്, ഗംഗാവലിയിൽ ഉള്ളത് എന്നതുമാണ്. കെ ബി ശ്രീധരനും കെ മധുവും കെ വി രാഹുലുമാണ് ശിരൂരിൽ നിന്ന് തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ തുടർച്ചയായി വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. കെ ബി ശ്രീധരനെ കൂടി പ്രതീക്ഷിക്കുന്നു. ശ്രീധരൻ കെ വി രാഹുൽ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് അല്പം മാറേണ്ടി വന്നു. കെ ബി ശ്രീധരനെയും കെ മധുവിനെയും കൂടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കെ വി രാഹുൽ ഇപ്പോൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് മാറുന്നുമുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം.